ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ലസാനിയാണ്. അതിനായിട്ട് നല്ല ചൂടായ വെള്ളത്തിലേക്ക് ഒരു 3 തക്കാളി ഇട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം വേവിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ വെളുത്തുള്ളി നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം ഒരു 1/4 കപ്പോളം ചെറുതായി കട്ടാക്കിയ സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഒറിഗാനോ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് തിക്കാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നല്ലതുപോലെ തന്നെ മെൽട്ടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടറിൽ വെച്ച് നല്ലതുപോലെ മൈദ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മൈദ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കിക്കൊണ്ട് വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മൈദ കട്ട കെട്ടിപ്പോവും. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി നല്ലതുപോലെ വഴന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ സവാള നല്ലതുപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി ഇതിലേക്ക് ചെറിയ തക്കാളി ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കട്ടാക്കിയെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതൊക്കെ ചേർത്തതിന് ശേഷം ഓവറായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ച ചിക്കനൊന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ നല്ലതുപോലെ മസാലയിൽ മിക്സായി കിട്ടുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തക്കാളിയുടെ സോസ് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. സോസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും സോസും എത്തുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു 5-6 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ ലസാനിയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. സാധാരണ ലസാനിയ ഉണ്ടാക്കൽ ലസാനിയ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 8-9 ബ്രെഡ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ലസാനിയ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ഇതുപോലെ ഒരു പുഡിംഗ് ട്രേയിൽ വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെച്ചിട്ട് എടുക്കാം. ഇനി ഈ ട്രേയിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം.
അതിൻ്റെ എല്ലാ ഭാഗത്തും സൈഡ് ഭാഗമൊക്കെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കണം. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ചെറിയ പീസാക്കിയിട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ആക്കി വെച്ച റെഡ് സോസ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ആക്കി വെച്ചതിൻ്റെ പകുതിയോളം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആക്കി വെച്ച വൈറ്റ് സോസും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെയും ഒരു പകുതിയോളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടും കൂടി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ട്രേയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാത്രം ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനാണ്. അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചീസൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ അളവൊക്കെ നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. ഇനി ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ആക്കിയതുപോലെ തന്നെ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള വൈറ്റ് സോസും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടും കൂടി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചീസും കൂടി വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചീസ് വെച്ച് കൊടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ആ ചീസൊക്കെ നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗ് ഇല്ല, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇതുപോലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ട്രേ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കും ചീസൊക്കെ നല്ലതുപോലെ തന്നെ മെൽട്ടായിട്ട് വരും. ഇതുപോലൊരു ഹോൾസ് ഉള്ള അടപ്പാണ് എടുക്കുന്നതാണെങ്കിൽ ആ ഹോൾസ് ഒന്ന് അടച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ തന്നെ തുറന്ന് നോക്കി നല്ലതുപോലെ തന്നെ ചീസൊക്കെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ലസാനിയയുടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.